നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിനും സ്വർണ്ണക്കപ്പിനും പുതുക്കാട് സെന്ററിൽ ആവേശകരമായ സ്വീകരണം. മന്ത്രി കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് എന്നിവരും സ്വർണ്ണക്കപ്പിനെ അനുഗമിച്ചു. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണ പ്രവർത്തനം നടത്തി. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ദൈവദശകം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ മോഹിനിയാട്ടം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിനും സ്വർണ്ണക്കപ്പിനും പുതുക്കാട് സെന്ററിൽ ആവേശകരമായ സ്വീകരണം. മന്ത്രി കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് എന്നിവരും സ്വർണ്ണക്കപ്പിനെ അനുഗമിച്ചു. KK രാമചന്ദ്രൻ MLA-യുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ചേർന്ന് കപ്പ് ഏറ്റുവാങ്ങി. പുതുക്കാടുള്ള ഓട്ടോ തൊഴിലാളികൾ സ്വർണ്ണക്കപ്പിൽ നോട്ടുമാല ചാർത്തി. തുടർന്ന് ബാൻഡ് വാദ്യവും ആഹ്ലാദ പ്രകടനവും ഉണ്ടായി. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണ പ്രവർത്തനം നടത്തി. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തെരുവു നാടകം, റാലി, നോട്ടീസ് വിതരണം, കഫം പരിശോധനാ ക്യാമ്പ്, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ നടന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ KK രാജേഷ്, വൈസ് പ്രസിഡന്റ് ആശ മാത്യു, KG ബീന എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്റ്റുഡൻസ്, ആശാ വർക്കേഴ്സ്, മറ്റ് വിവിധ മേഖലയിലെ പ്രവർത്തകരും പങ്കെടുത്തു. അമ്മ ചായ എടുത്തേക്ക്. ഞാൻ പുറത്ത് പോയി പച്ചക്കറി മേടിച്ചിട്ട് വരാം. കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അമ്മേ? എനിക്ക് ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര വാശം കൂടുതലാണ്. എന്റെ റൂമിൽ കയറുമ്പോ പുക കളിക്കണതിന്റെ മണക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. ഇന്നത്തെ തുഷിയിലൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ ചുമ ഇങ്ങനെ മാറാനിരുന്നേ. അമ്മ വിചാരിക്കണ പോലെ ഒന്നുമില്ല അമ്മേ. നമ്മൾ ഡോക്ടറെയും കാണുന്നുണ്ട്, മരുന്നും കഴിക്കണ്ടല്ലോ. അതൊക്കെ പെട്ടെന്ന് മാറും. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ദൈവദശകം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ മോഹിനിയാട്ടം ശ്രദ്ധേയമായി. തുടർന്ന് ക്ഷേത്രം മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതി സ്വാമി നർത്തകർക്ക് സമ്മാനവും ഗായത്രി മന്ത്രജപ കൈപ്പുസ്തകവും നൽകി ആശീർവദിച്ചു. കരുവന്നൂർ പുത്തൻതോട് പാലത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഫൗണ്ടൻ കണക്കെ പുറത്തേക്ക്. 1 മണിക്കൂറോളം യാത്രികർ വലഞ്ഞു.
തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുവന്നൂർ പുത്തൻതോട് പാലത്തിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പാണ് വ്യാഴാഴ്ച രാവിലെ 10:30 പൊട്ടിയത്. പൈപ്പ് പൊട്ടി വെള്ളം വലിയ തോതിൽ കുതിച്ചുയർന്നു വീണത് പാലത്തിലേക്ക് തന്നെയായിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാണ് വെള്ളം വന്നിരുന്നത്. കരുവന്നൂർ പമ്പ് ഹൗസിൽ നിന്നും ഇരിങ്ങാലക്കുട മങ്ങാടിക്കുന്നിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് പൊട്ടിയത്. വിവരമറിഞ്ഞ ഉടനെ അധികൃതർ പമ്പിംഗ് നിർത്തിയെങ്കിലും ഹൈ പ്രഷറിലുള്ള പമ്പിംഗ് ആയതിനാൽ തിരിച്ച് വെള്ളം വന്നിരുന്നതിനാലും ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞാണ് വെള്ളം നിർത്താനായത്. 1978 കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്ത പൈപ്പ് ലൈനാണ് തകരാറിലായത്. കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ ഇത്തരത്തിൽ ഇതേ സ്ഥലത്ത് മുൻപും പലതവണ ലീക്ക് സംഭവിച്ച റോഡിലേക്ക് വെള്ളം വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പാലത്തിന്റെ മറുവശത്തും സമാനമായ രീതിയിൽ പൈപ്പ് ലീക്കായിട്ട് വർഷങ്ങളായി തുടരുകയാണ്. സംസ്ഥാനപാത കോൺക്രീറ്റിംഗിൽ ആദ്യഘട്ടത്തിൽ പുത്തൻതോട് പാലം പുനർനിർമ്മിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് ഇത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ പൂർണ്ണമായും മാറ്റിസ്ഥാപിച്ച പ്രദേശത്തെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിന്റെ ഈ വാട്ടർ അതോറിറ്റിക്കാരുടെ പരിധിയിൽപ്പെട്ടുള്ള സംഭവങ്ങളാണ്. വർഷങ്ങളായിട്ട് ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള പൈപ്പാണ് ഇതിലൂടെ പോയിരിക്കുന്നത്. ഒരുപാട് അപകടങ്ങൾ സംഭവിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇപ്പം ഇങ്ങനൊരു സംഭവം ചെയ്ത് ഒരു ഷീറ്റ് വെച്ചിട്ട് ഈ വെള്ളത്തിനൊന്ന് കെട്ടാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അനുഭവം, അതായത് ഒരുപാട് അപകടങ്ങൾ ഇവിടെ നേരിടേണ്ടി വരും. മനുഷ്യജീവന് ഇനിയും വില കൊടുക്കേണ്ടി വരും. അതുപോലെ ഒരുപാട് വെള്ളമാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മോട്ടർ ഓഫാക്കിയാണ് ഇപ്പോൾ ഈ വെള്ളം കുറഞ്ഞിരിക്കുന്നത്. ഇതിന് ബദലായിട്ട് ജനങ്ങളുടെ കുടിവെള്ളം ഇനി എത്ര ദിവസത്തോളം നഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ, ഭരണാധികാരികൾ, വാട്ടർ അതോറിറ്റി, നീതിന്യായ വകുപ്പുകൾ മൊത്തം വന്ന് ഇവിടെ എല്ലാ ഈ പ്രശ്നത്തിന് പരിഹാരം ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അഭിഷേക കാവടി വരവ്, പഞ്ചവാദ്യം, നാദസ്വരം, ശിങ്കാരിമേളം, കൊട്ടക്കാവടി, ചിന്തുപാട്ട്, നിലക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേർന്നു. സംഗീതോത്സവത്തിന്റെ സമാപന ദിവസം അങ്ങാടിപ്പുറം ശ്രീദേവി ടീച്ചറും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചകീർത്തനാലാപനം അരങ്ങേറി. തുടർന്ന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവർക്ക് അനുമോദനം സിനിമാ താരം ആര്യ, പ്രദീപ് ചന്ദ്രൻ, ബിഗ് ബോസ് ഫെയിം സിബിൻ എന്നിവർ നിർവഹിക്കും. ഒല്ലൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ 125ാമത് വാർഷിക ആഘോഷങ്ങളുടെ സമാപനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് സ്കൂൾ അങ്കണത്തിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ നിർമ്മല പ്രവിൻസ് സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷത വഹിക്കും. മേരിമാത പള്ളി വികാരി ഫാദർ റാഫേൽ വടക്കൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ കൊച്ചു ത്രേസ്യ, വി ജെ ലിംസി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. കോർപ്പറേഷൻ കൌൺസിലർ കരോളിൻ ജെറീഷ്, സ്റ്റാഫ് പ്രതിനിധി പി എൽ ലിലു, MPTA പ്രസിഡന്റ് മിനി ഡെന്നി, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഡോക്ടർ KR ഹേമ മാലിനി, PTA പ്രസിഡന്റ് ജോസ് ചാക്കോള, എ റിയോ റിസൺ, വിദ്യാർത്ഥി പ്രതിനിധി NS ശ്രീലക്ഷ്മി എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സെയിന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ് ജോ, പ്രധാന അധ്യാപിക സിസ്റ്റർ ജിത പോൾ, PTA പ്രസിഡന്റ് ജോസ് ചാക്കോള, സ്റ്റാഫ് പ്രതിനിധി PL ലിലു, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സജി ജോൺ എന്നിവർ പങ്കെടുത്തു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഒല്ലൂര് ഈ സെന്റ് മേരീസ് കോൺവെന്റ് ഇവിടുത്തെ നാട്ടുകാരുടെയും അന്നത്തെ രൂപതാ മെത്രാനായ ജോൺ മേനാച്ചേരി പിതാവിൻ്റെയും
ആഗ്രഹപ്രകാരം ഒരു കോൺവെൻറ്റ് സ്ഥാപിച്ചു. അതിനോടനുബന്ധിച്ച് ഒരു വിദ്യാലയവും. 1900 ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിതമായത്. പിന്നീട് അത് UP സ്കൂളായും ഹൈസ്കൂളായും ഉയർന്നു. 1946 ഇതൊരു ആദ്യത്തെ SLC ബാച്ച് ഇവിടെ പാസ്സായി വരുന്നത്. പിന്നീട് 2000 ഇതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചു. പിന്നീട് ഇപ്പോൾ 2025 ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്ന ഒരു നല്ല അവസരമാണ്. ലെജൻഡ്സ് വോളി കേരള കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മാസ്റ്റേഴ്സ് ഓൾ കേരള വോളിബോൾ ടൂർണമെന്റ് ജനുവരി 11-12 തീയതികളിൽ തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ നടക്കും. ഒളിമ്പ്യൻ രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം സലോമി രാമു മുഖ്യ അതിഥിയാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ 8 ക്ലബ് ടീമുകളുടെ മത്സരവും 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെയും 40 വയസ്സിന് മുകളിലുള്ള വനിതാ ടീമുകളുടെയും പ്രദർശന മത്സരങ്ങൾ ഉണ്ടായിരിക്കും. PC രവി, നൌഷാദ് ബാഹു, ഷീഗാസ് കാവുങ്ങൽ, ഷഫീർ മതിലകം, MM ഹാഷിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള നമ്മൾ ഡിസംബർ 1 രൂപീകരിച്ചൊരു സംഘടനയാണ്. ഇതിൽ വോളിബോളിൽ നെഞ്ചേറ്റ് ചെയ്യുക, വോളിബോളിൽ സ്നേഹിക്കുന്ന ഒരു 11 പേരുടെ കൂട്ടായ്മയാണ് ഈ പരിപാടി നടത്തുന്നത്. ലെജൻഡ്സ് വോളി ഫെസ്റ്റ് എന്ന പേരിൽ നമ്മൾ അന്തർദേശീയ താരങ്ങളെയും പഴയ ഡിപ്പാർട്ട്മെൻറ്റ് താരങ്ങളും എല്ലാം അണിനിരക്കുന്ന ഒരു വോളിബോൾ ടൂർണമെൻറ്റ് തൃപ്രയാർ TSGA ജനുവരി 11-12 തീയതികളിൽ നടത്തപ്പെടുകയാണ്. 11 തീയതി 4 മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം. ഒളിമ്പ്യൻ രാമചന്ദ്രൻ ആ സന്ദർഭസ്ഥലത്തിൽ മുഖ്യാതിഥിയായി സലോമി രാമു പഴയ ഇന്റർനാഷണൽ പ്ലെയറാണ്. അധ്യക്ഷനായി ലെജൻഡ്സ് വോളിയുടെ മുഖ്യ രക്ഷാധികാരി EN പ്രതാപൻ. പിന്നെ നമ്മൾ UAE ടീമുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ 8 ടീമുകളാണ് മാറ്റിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്കൃത ഗാനാലാപന മത്സരത്തിൽ A ഗ്രേഡും ലളിതഗാന മത്സരത്തിൽ B ഗ്രേഡും കരസ്ഥമാക്കിയ കൃഷ്ണദേവ് ദിലീപ് കുമാറിനെ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. മുൻ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൾ സലാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി NS അയൂബ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VK സുശീലൻ, ആന്റോ തൊറയൻ, കോൺഗ്രസ് നേതാക്കളായ ഹബീബുള്ള, വിജയലക്ഷ്മി, ബെന്നി തട്ടിൽ, KR ജോഷി, മാധവൻ നായർ എന്നിവർ സംസാരിച്ചു. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. ഒഴിവായത് വൻ ദുരന്തം. വൈദ്യുതി കമ്പി പൊട്ടിവീണതോടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വേഗത കുറച്ച് കടത്തിവിട്ടു. 25,000 കിലോവാട്ട് ശേഷിയുള്ള OHE ലൈൻ കമ്പിയാണ് പൊട്ടിവീണത്. നെടുമ്പാളിൽ നിന്ന് ടാർ മിക്സിങ്ങിന് കൊണ്ടുവന്ന ലോറി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ലോറി ഇടിച്ചു തകർന്ന ഗേറ്റ് വൈദ്യുതി ലൈനിൽ തട്ടി കമ്പി പൊട്ടി വീഴുകയായിരുന്നു. വൈദ്യുതി കമ്പി പൊട്ടി വീണതോടെ സംഭവസ്ഥലത്തുണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി ഓടിമാറി. ഈ സമയത്ത് പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു. ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തിയാണ് പുറത്തിറക്കിയത്. ഗേറ്റ് അടയ്ക്കാൻ നേരത്ത് വേഗത്തിൽ കടക്കാൻ ശ്രമിച്ച ലോറി തടയാൻ നോക്കിയിട്ടും നിർത്താതെ പോയതാണ് അപകടത്തിന് കാരണമെന്ന് ഗേറ്റ്മാൻ പറഞ്ഞു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വേഗത കുറച്ച് കടത്തിവിട്ടു. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി ലൈൻ തകരാറ് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2 മണിക്കൂറിന് ശേഷം ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കി. വാളമുക്ക് പരിസരത്ത് കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിച്ചിട്ടുള്ള കൊടിമരത്തിന്റെ ഭിത്തി സാമൂഹ്യദ്രോഹികൾ തകർത്തതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ VK പ്രദീപ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ ദുർബല പ്രവർത്തനത്തെയും SSHOയുടെ ഒഴിവ് നികത്താത്തതും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതും യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. വളരെ സൗഹാർദ്ദത്തോടുകൂടി പെരുമാറുന്ന സ്ഥലമാണ് ഈ വാളമുക്ക് സെന്റർ. രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടെങ്കിലും
എല്ലാവരും വളരെ ഒത്തൊരുമയോടും സൗഹാർദ്ദത്തോടും കൂടി പെരുമാറുന്ന ഈ സ്ഥലത്ത് ഇടക്കാലമായി ഈ സാമൂഹ്യ ദ്രോഹികളുടെ വലിയ ശല്യം നമ്മുടെ താന്യം പഞ്ചായത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ മാസം ചെമ്മാപ്പള്ളിയിലെ മുടങ്കൂട്ടിൽ വെച്ച് ചില സാമൂഹ്യ ദ്രോഹികൾ നമ്മുടെ കോൺഗ്രസ്സുകാരുടെ കൊടികളും പതാകകളും തോരണങ്ങളും ഒക്കെ തകർത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. അതിനെതിരെ ഒരു പ്രതിഷേധ ധർണ ഞങ്ങൾ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ പോലീസിൽ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ പോലീസ് ഇപ്പോഴും നിഷ്ക്രിയമാണ്. എന്തുകൊണ്ടാണ് അവർ നിഷ്ക്രിയമാവുന്നത്? ഇവിടെ ഭരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പിണറായി വിജയൻ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ആഭ്യന്തരം പൊതുവെ പരാജയമാണ്. കൊടിമരത്തിനടുത്ത് നടത്തിയ പ്രതിഷേധ സമരത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് മെമ്പറും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ആൻഡോ തൊറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, കോൺഗ്രസ് നേതാക്കളായ നിസാർ കുമ്മങ്കണ്ടത്ത്, ലാസർ KA, പോൾ പുലിക്കോട്ടിൽ, ലൂയിസ് താണിക്കൽ, ഉഷ ഉണ്ണികൃഷ്ണൻ, രേണുക റിജു, ആഷിഖ് ജോസ് എന്നിവർ സംസാരിച്ചു. ജഗദീഷ് രാജ് വാളമുക്ക്, സലീഷ് കരിപ്പാറ, ബെന്നി ആഞ്ഞിലപ്പടി, വില്ലി പട്ടത്താനം, ശങ്കരനാരായണൻ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റിയുടെ കീഴിലെ വിവിധ ഇസ്ലാമിയ കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന സമ്മേളനം ശനിയാഴ്ച നടക്കും. തളിക്കുളം പുതിയങ്ങാടിയിലുള്ള യൂണിറ്റി കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ 200ഓളം വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങുകയെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് ഉദ്ഘാടന സെഷൻ, സന്നദ്ധാനം, യൂണിറ്റി കോളേജ് ഉദ്ഘാടനം, മാഗസിൻ പ്രകാശനം, കലാപരിപാടികൾ തുടങ്ങിയ സെഷനുകളും നടക്കും. ട്രസ്റ്റ് ഡയറക്ടർ CK ഹനീഫ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി CK ഷൗക്കത്ത് അലി, സ്വാഗത സംഘം ജനറൽ കൺവീനർ MA ആദം, കമ്മിറ്റി അംഗങ്ങൾ P മൊയ്തീൻ വടക്കാങ്ങര, മിരീഫ് MP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് 1000-ലേറെ കുട്ടികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറെ കുട്ടികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഡേ സ്കോളേഴ്സായിട്ട് വന്ന് പഠിച്ചു പോകുന്നുണ്ട്. ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ 4 ഇസ്ലാമിയ കോളേജുകളുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മിക വിദ്യാഭ്യാസം കൂടി കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇസ്ലാമിയ കോളേജുകൾ. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം കഴിഞ്ഞിറങ്ങിയിട്ടുള്ള കുട്ടികൾക്കുള്ള ബിരുദദാന സമ്മേളനമാണ് ഈ മാസം 11-ാം തീയതി ശനിയാഴ്ച ട്രസ്റ്റിൻ്റെ പുതിയ ക്യാമ്പസായിട്ടുള്ള പുതിയങ്ങാടി യൂണിറ്റി കോളേജ് ക്യാമ്പസിൽ നടക്കുന്നത്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ സെഷനുകളായിട്ട് ഉദ്ഘാടന സെഷൻ, ബിരുദദാനം, പിന്നെ കോളേജിൻ്റെ ഉദ്ഘാടനം, കലാപരിപാടികൾ, മാഗസിൻ പ്രകാശനം, അങ്ങനെ വ്യത്യസ്ത സെഷനുകളായിട്ടാണ് പരിപാടി നടക്കുക. മന്ത്രി, MLA, MP, അതുപോലെ തന്നെ സമൂഹത്തിലെ സാംസ്കാരിക സാമൂഹ്യ നേതാക്കന്മാർ, പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണർക്ക് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7260 രൂപ, പവന് 58,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിനും സ്വർണ്ണക്കപ്പിനും പുതുക്കാട് സെന്ററിൽ ആവേശകരമായ സ്വീകരണം. മന്ത്രി K രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് എന്നിവരും സ്വർണ്ണക്കപ്പിനെ അനുഗമിച്ചു. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണ പ്രവർത്തനം നടത്തി. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു.
പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ദൈവദശകം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ മോഹിനിയാട്ടം ശ്രദ്ധേയമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.